ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരിയർ മോഡ് പാർട്ട് 2 നമുക്കിന്ന് വീഡിയോയിലേക്ക് പോവാം. ഇച്ചിരി മാറ്റങ്ങളായിട്ട് ഫുൾഹാമിനോടുള്ള കളിക്കാം. ആദ്യം തന്നെ റൊണാൾഡോ ഗോളടിച്ചുകൊണ്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 11-ാം മിനിറ്റായി അടുത്ത അവസരം കിട്ടിയിട്ട് അവിടെ അവർക്ക് ഗോളടിക്കാം. അവിടെ ഗോളടിക്കാൻ പറ്റുമോ നോക്കാം. ഗോളടിച്ച് ഗോൾ സ്കോർഡ്. ഇതവര് അപ്പം തന്നെ തിരിച്ചടിച്ചു. ഇച്ചിരി മാറ്റങ്ങളൊക്കെ കൊണ്ടുപോകാൻ നമുക്ക്. അവസാനം എത്തിയപ്പോ എനിക്ക് ഹോയിലറ്റിന് ഒരു അവസരം ഗോളടിച്ചു. അപ്പൊ കളി 3-1 ഫുൾഹാമിനെ നമ്മൾ തോപ്പിച്ചിരിക്കുന്നു. നെക്സ്റ്റ് കളി ആസ്റ്റാവില്ലായിട്ടാണ്. ആസ്റ്റാവില്ലായിട്ട് കളിക്കുന്ന മുമ്പ് ലൈക്ക് സബ് കളിക്കാൻ നമുക്ക് ജയിക്കാൻ പറ്റുമെന്ന് മാക്സിമം നോക്കാം. ആസ്റ്റാവില്ല നല്ല കിടിലൻ ടീമാണ്. ഫസ്റ്റ് നമുക്ക് ആക്ച്വലി ബസറാവി റൈറ്റ് ബാക്ക് സ്കോർ ചെയ്തോണ്ട് തുടങ്ങിയാക്കാണ്. അത് അടുത്ത ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ഇതാ ബ്രൂണോ ഫെർണാണ്ടസ് ടു റൊണാൾഡോ ഗോളടിച്ചിരിക്കുന്നു. റൊണാൾഡോ ഗോളടിച്ച് 12-ാം മിനിറ്റ് ആയപ്പോഴേക്കും അവർക്കൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു. അവരുടെ വാൾക്കിൻസ് അടിച്ചപ്പോൾ തന്നെ നമുക്കൊരു അവസരം കിട്ടി. ബ്രൂണോ ഒരു നൈസായിട്ട് ത്രൂ ബോൾ വെച്ച് അത് പോസിറ്റീവ്ലി കയറി. റൊണാൾഡോക്ക് അത് എടുക്കായത്. റൊണാൾഡോ അൺസെൽഫിഷ് മൊമെന്റ്. റൊണാൾഡോ ജസ്റ്റ് മിസ്സിനാണ് ആ പന്ത് പുറത്തേക്ക് പോയത്. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു. അമ്മ ഇച്ചിരി 3 സബ് ചെയ്തു. ഡോർഗൊക്കെ നല്ല പൊട്ടൻഷ്യലുള്ള 84-96 വരെ എൻജോയ് ചെയ്യുന്ന 90 എന്തായാലും ആവും ഉറപ്പാണ്. ആ സ്റ്റാമിലേക്ക് ഒരു ചാൻസ് കിട്ടുന്നു. അവിടെ ഏതോ ഒരു മെലൻ അവനടിച്ചു. 89-ാം മിനിറ്റ് അവർക്ക് ഡ്രോ ആക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചു കമ്പി രക്ഷപ്പെട്ടുപോയി. നമ്മള് 2-ാം സ്ഥാനത്താണ് ഇപ്പോ നിൽക്കുന്നത്. സിറ്റിയിലുള്ള തോക്കെയാണ്. സിറ്റി മാത്രമേ ഉള്ളൂ സെറ്റായിട്ട് നമ്മൾ ഇനി കളിക്കുന്നത്. നമ്മളിനി ഫുൾ മെയിൻ ടീമായിട്ടൊന്നും കളിക്കല്ല. എല്ലാവർക്കും ചാൻസ് ഒക്കെ കൊടുത്തു. കോബി മെയിനിയോ ഒക്കെ കൊടുത്തു. വൂൾവർഹാംപ്ടന്റെ കൂടെ 29-ാം മിനിറ്റ് അല്ല 28-ാം മിനിറ്റിൽ തന്നെ നമുക്കൊരു ചാൻസ് കാര്യങ്ങളും കിട്ടി. റൊണാൾഡോക്ക് ഡ്രിബിൾ ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. റൊണാൾഡോ അതാണെങ്കിൽ നല്ല ഷോട്ടായി, നല്ല കറു ഷോട്ടായിരുന്നു. കോബി മേനിയോ പുളിസിക് ഹോയ്ലാൻഡ് ഒരു കിണ്ണം ബാസ് അവൻ്റെ ആയിരുന്നു. പക്ഷെ അത് ആയില്ല. നമുക്ക് അടുത്തൊരവസരം കിട്ടിയിരിക്കുന്നു. അതും ഗോളടിക്കാൻ പറ്റിയില്ല. അപ്പൊ തന്നെ നമുക്ക് അടുത്ത അവസരം കിട്ടി. ഇതാ അഹമ്മദ് ബിയാലോ ഇത് ഈസി ഗോളടിക്കും. അല്ല ഇച്ചിരി ടഫ്. ത്രൂ കൊടുക്കാം. റൊണാൾഡോ കടിക്കാൻ പറ്റിയില്ല. ഒൻഗോൾ ഈസി ചാൻസ് ഒൻഗോളായിരിക്കുന്നു. ഇതിപ്പോ വൂൾവർഹാംപ്ടനെ നമ്മൾ തോപ്പിച്ചു. വേറൊന്നും കളിയിൽ ഉണ്ടായില്ല. പിന്നെ സ്പിറ്റ് ടൗൺ ആയിട്ടുള്ള കളി സ്കിപ്പടിക്കാം. കന്യവാറോ കപ്പ് ലിസാൻഡ്രോ മാർട്ടീനസ് അടിച്ച ഗോള് നമ്മ ജയിച്ചു. നമുക്ക് എല്ലാവർക്കും ചാൻസ് ഒക്കെ കൊടുക്കാം കേട്ടോ.
കോബി മെനിയോ ലെനിയോറോ എല്ലാവർക്കും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. ഫസ്റ്റ് 3 പേർക്ക് ഇതാ ക്രിസ്റ്റൽ പാലസിന് കിണ്ണം ചാൻസ് അല്ല, നമ്മക്കാണ് ചാൻസ്. സോറി. കമ്പീവ് തട്ടി ക്ലോസ് ബാർ. കസമീറോടെ ഫ്രീ കിക്ക് ഗോളാവുമോ? യെസ്. പോയില്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് റാസ്മസിന് അടിച്ചിടാൻ പറ്റി. അവർക്കൊരു കിടിലൻ ചാൻസ് തന്നെ കിട്ടിയിരിക്കുന്നു. നമ്മളെന്തോ 5 വർഷം ആൺറയോ ഞാനാ കിഡിൽ പോലത്തെ സേവ് ചെയ്തിരിക്കുന്നു. ക്രിസ്റ്റൽ പാലസിന് ഒരു നല്ല അവസരം കിട്ടി, പക്ഷെ അത് നമ്മുടെ ഡിഫൻഡ് നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. ഇച്ചിരി മാറ്റങ്ങളും ഉണ്ടോ? റൊണാൾഡോനെയും ഡോർഗുനെയൊക്കെ ഇറക്കാം. ഡോർഗുനെ ലെഫ്റ്റ് വിങ്ങിൽ ട്രൈ ചെയ്യണം. 61 ഓവർ മാത്രമേ ഡോർഗുക്ക് ലെഫ്റ്റ് വിങ്ങിലുള്ളൂ, എന്നാലും പെട്ടെന്ന് ഗ്രോ ആവും. നമ്മളിപ്പോഴും 2ാമത് തന്നെയാണ്. സദാപ്റ്റ ലെസ്റ്ററും ഉൾവർഹാം ഇങ്ങനെ തന്നെ നിൽക്കണം. ആഴ്സണൽ 5ാം സ്ഥാനത്ത് തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല പോയിന്റ്. ചെൽസി 14. ചെൽസി 14ാമത്. സാധാരണമായിട്ടുള്ള കളി ഞാൻ അങ്ങനെ കാണിക്കല്ല, അത് നമുക്ക് ജയിക്കാൻ പറ്റുന്ന കളി കഴിഞ്ഞപ്പോ 4-1 ആ കളി ജയിച്ച. അടുത്ത കളി ന്യൂകാസ്റ്റൽ, അത് നെക്സ്റ്റ് എപ്പിസോഡിൽ വരും. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.